പിള്ളേരെ പഴപ്പിക്കാൻ വേണ്ടി ഓരോ സിനിമ ഇറക്കി വെച്ചിരിക്കുന്നു. മൊബൈൽ ഫോണ്, ഇൻ്റർനെറ്റ് വിരൽത്തുമ്പിലാണ്. എന്നിട്ട് പറയുക ഈ സിനിമ കണ്ടിട്ട് വേണം പിള്ളേർ പിഴയ്ക്കാനായിട്ടെന്ന്. പിന്നെ പണ്ടത്തെ കാലത്ത് ഈ സാധനമൊന്നും കിട്ടാഞ്ഞപ്പോൾ പോലും CD എടുത്തിട്ടുണ്ട്. എന്നിട്ട് കറണ്ട് പോയി പെട്ടും പോയിട്ടുണ്ട്. ഈ പരാതി കൊടുത്തവന്മാർക്ക് അത്രയ്ക്ക് വലിയ സൂക്കേടാണെങ്കിലേ ഈ സീരിയലിന് വല്ല നിയന്ത്രണം കൊണ്ടുവരാൻ പറ. എല്ലാ ദിവസവും സന്ധ്യയാകുമ്പോൾ 7:30 തുടങ്ങും എല്ലാ വീടുകളിലും. പിള്ളേരും കണ്ടുപിടിക്കുന്ന തന്നെ ഈ അവിഹിതവും കാര്യങ്ങളൊക്കെ അല്ലേ. എല്ലാ ദിവസവും കാണുന്നതാണോ അതോ ഏതെങ്കിലും ഒരു സമയം ഒരു 2.5 മണിക്കൂർ കാണുന്നതാണോ വഴിതെറ്റിപ്പോകുന്നത്? ഇൻസ്റ്റാഗ്രാം ഈ സാധനം തുറന്നാൽ തന്നെ എന്തൊക്കെ ഐറ്റംസ് അതിനകത്ത് കിടന്ന് കറങ്ങുന്നതെന്നറിയാവോ? എത്ര പേരാ തുണി അഴിച്ചിട്ട് തുള്ളുന്നതെന്നറിയാവോ? ഇതൊന്നും ശ്രദ്ധിക്കാതെ മാർക്കോ സിനിമയുടെ പുറകെ നടക്കുക അല്ലയോ? അയ്യോ, ടെൻഷൻ കുറഞ്ഞു. അയ്യോ, കുറച്ച് ദിവസങ്ങളായിട്ട് എന്തൊരു ടെൻഷനായിരുന്നറിയാവോ എൻ്റെ പൊന്നോ. ആ മാർക്കോ എന്ന് പറയാം മോസ്റ്റ് വയലൻസ് മൂവി. അത് OTT ഇറങ്ങാൻ പോകുന്നതെന്ന് കേട്ടപ്പോൾ തുടങ്ങിയ ടെൻഷനാണ് മനുഷ്യന്. നമ്മുടെ പിള്ളേർ വഴിതെറ്റിപ്പോകുമല്ലോ എന്ന് ഓർത്തിട്ടേ. പിള്ളേർ വഴിതെറ്റിപ്പോകാനുള്ള പ്രധാന കാരണം എന്താ? ഈ മാർക്കോ എന്ന് പറഞ്ഞ സിനിമയല്ലേ എന്ന് തിയേറ്ററിൽ മോസ്റ്റ് വയലൻസ് മൂവി എന്ന് പറഞ്ഞ് ഇറങ്ങി. എന്നിട്ടും അത് കണ്ടിരിക്കാൻ വല്ലതും പറ്റുമോ? അതുപോലെ വയലൻസ്. അതിനുശേഷം ഇവരെന്നാ പറഞ്ഞേ, ഇതിൻ്റെ അണിയറ പ്രവർത്തകരെന്താ പറഞ്ഞേ, OTT വരുമ്പോൾ കട്ടായി പോയ കുറേ വയലൻസ് സീനുകളുണ്ട്, അതങ്ങോട്ട് ആഡ് ചെയ്യുമെന്ന്. ഇത് കേട്ടപ്പോൾ തുടങ്ങിയ ടെൻഷനെ ഞങ്ങൾ കുറച്ച് പേര്. എന്നിട്ട് ഞങ്ങൾ ഈ കുറച്ച് പേരെല്ലാം കൂടെ കൂടിയിട്ട് മിനിസ്ട്രി ഓഫ് ബ്രോഡ്കാസ്റ്റിന് മെയിൽ അയച്ചു. എന്നിട്ട് അവർ പറഞ്ഞു നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മളെ കൊണ്ട് അറിയാവുന്ന ആൾക്കാരെ കൊണ്ട് എല്ലാം കംപ്ലീറ്റ് മെയിൽ അയപ്പിച്ചു അങ്ങോട്ട്. എങ്ങനെയെങ്കിലും ഈ സാധനം ഈ സിനിമ ഇതിൻ്റെ അകത്ത് തിയേറ്ററിൽ വന്ന പോലും കാണിക്കരുതെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. തിയേറ്ററിൽ വന്ന പോലും കാണിക്കരുതെന്ന് പറഞ്ഞു. പക്ഷേ തിയേറ്ററിൽ വന്നത് അവർ കാണിച്ചു കേട്ടോ. പക്ഷേ നമ്മൾ വിജയിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിച്ചു എന്ന് പറയാം. കാരണം ആ ബാക്കിയും കൂടെ അതായത് കട്ട് ചെയ്തും കൂടെ വന്നിരുന്നെങ്കിലോ പിള്ളേരെല്ലാം പിഴച്ചു പോവല്ലേ. നിങ്ങളെന്താ ഈ പറയുന്നേ? ഇനി മാർക്കോ 2 ഇറങ്ങുന്നോടം വരെ കുറച്ച് സമാധാനമുണ്ട്. ഇനി അത് ഇറങ്ങുന്ന സമയത്ത് വേണം ഇനി ബാക്കി പണി നടത്താൻ. പിള്ളേരെ പഴപ്പിക്കാൻ വേണ്ടി ഓരോ സിനിമ ഇറക്കി വെച്ചിരിക്കുന്നു. അല്ല പിന്നെ കുറേ അവന്മാർ ഇറങ്ങിയിരിക്കുക. പിള്ളേർ വഴിതെറ്റിപ്പോകാനുള്ള പ്രധാന കാരണം മാർക്കോ സിനിമയാണെന്ന്. അതിനേക്കാളും വലിയ ബോംബാണ് പിള്ളേരുടെ കയ്യിലോട്ട് എടുത്തു കൊടുത്തിരിക്കുന്നത്. മൊബൈൽ ഫോണ്, ഇൻ്റർനെറ്റ് വിരൽത്തുമ്പിലാണ്. എന്നിട്ട് പറയുക ഈ സിനിമ കണ്ടിട്ട് വേണം പിള്ളേർ പിഴയ്ക്കാനായിട്ടെന്ന്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഈ സിനിമയ്ക്കകത്ത് ഈ വയലൻസ് സീനുകൾ എടുത്ത് കളയണമെന്ന് ഇവർ പറയുന്നുണ്ടല്ലോ. ഇതിപ്പോൾ ഒരു പക്ഷേ ഇൻ്റർനെറ്റ് ഒന്നും ഇല്ലാത്ത കാലത്തായിരുന്നെങ്കിൽ ഇതുകൊണ്ട് എന്തെങ്കിലും കുറച്ചെങ്കിലും ഒരു ഫലം ഉണ്ടായെന്ന് വെക്കാം. കാരണം നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നത് മാത്രമല്ലല്ലോ നമുക്ക് അന്ന് കാണാനൊക്കത്തുള്ളൂ. ഈ TV വഴി അല്ലെങ്കിൽ വല്ല VCD ഒക്കെ എടുത്ത് റെൻറ്റിനെടുത്ത് അങ്ങനെയൊക്കെയല്ലേ കാണാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ വരുമ്പം ഈ കിട്ടുന്ന സാധനത്തിനകത്തുനിന്ന് അവർ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അതേസമയം ഇൻ്റർനെറ്റുള്ള ഈ കാലത്ത് ഇത് കിട്ടില്ല, ഇതിനേക്കാളും അപ്പുറത്തെ സാധനം നമുക്ക് കാണാൻ പറ്റുമല്ലേ. പിന്നെ പണ്ടത്തെ കാലത്ത് ഈ സാധനമൊന്നും കിട്ടാഞ്ഞപ്പോൾ പോലും CD എടുത്തിട്ടുണ്ട്, ഇട്ടിട്ടുണ്ട്. കൂട്ടുകാരുടെ വീട്ടിൽ ആരും ഇല്ലാത്തപ്പോൾ നൈസായിട്ട് പോയിട്ട് CD എടുത്തുകൊണ്ട് പോയിട്ട് കണ്ടിട്ടുണ്ട്. ഇല്ലേ? എന്നിട്ട് കറണ്ട് പോയി പെട്ടും പോയിട്ടുണ്ട്. ഞാനിങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അല്ലെങ്കിലും ഈ മാർക്കോ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്തെ പിള്ളേർക്ക് വഴിതെറ്റിപ്പോകാനും മാത്രം എന്തുണ്ടെന്നാണ് ഇവർ പറയുന്നത്? അല്ല, ഈ പിള്ളേരെന്ന് പറയുമ്പോഴേ ഇത് അഡൽട്സ് മൂവിയാണല്ലോ. അതായത് 18 വയസ്സിന് മേലുള്ളവർക്ക് കാണാൻ പറ്റിയത്. ഓക്കെ, അപ്പോൾ ഈ 18 വയസ്സിന് മേലുള്ളവരാണെങ്കിൽ പോലും അവർക്ക് ഈ സിനിമയായിട്ട് കാണാനൊന്നും സാധിക്കത്തില്ല, അതിനുള്ള മെച്യൂരിറ്റി ആയിട്ടില്ല എന്നാണോ ഇവർ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഇതിനൊരു മറുവശം കൂടെ ഉണ്ടല്ലോ. അതായത് 18 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് വോട്ടവകാശം കൊടുക്കും. അപ്പോൾ ഒരു സിനിമയായിട്ട് കാണാനുള്ള മെച്യൂരിറ്റി പോലും ഇല്ലാത്തവരെങ്ങനെയാണ് ഒരു ഭരണകൂടത്തെ തിരഞ്ഞെടുക്കുന്നതിലെ പങ്കാളിയാവുക? അതും കൂടെ ഒന്ന് പറഞ്ഞു തരുമോ? അതല്ലടോ, 18 വയസ്സിന് മേലുള്ള പിള്ളേർ കാണുമെന്നല്ല, 18 വയസ്സിന് താഴെയുള്ളതും കൊച്ചു പിള്ളേരും ഈ സിനിമ കാണുമെന്നാണോ ഉദ്ദേശിച്ചത്? അതാണോ ഉദ്ദേശിച്ചത്? അത് ശരി. അപ്പോൾ 18 വയസ്സിന് മേലുള്ളവർക്ക് കാണാൻ പറ്റിയ ഈ അഡൽട്സുള്ള മൂവികൾ കൊച്ചു പിള്ളേർ കാണുന്നുണ്ടെങ്കിൽ അതിന് കുഴപ്പം മാതാപിതാക്കളാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. ഇൻ്റർനെറ്റും മൊബൈൽ ഫോണും കൈ കൊടുത്തിട്ട് ഒരു മൂലയ്ക്ക് മാറി ഇരുന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം ഇതിനപ്പുറം നടക്കും. അത് ഈ മാർക്കോ മൂവി മാത്രമല്ല, പലതും അവരെടുത്തിട്ട് കാണും. മാർക്കോ മൂവി പോലും നിങ്ങൾ ശ്രദ്ധിക്കാതെ അവർ എടുത്തിട്ട് കാണുന്നുണ്ടെങ്കിൽ, അതായത് ഒരു അഡൽട്സുള്ള മൂവി നിങ്ങൾ കാണാതെ അവരെടുത്തിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കഴിവുകേട് തന്നെയാണ്. അപ്പോൾ അവരിതെല്ലാം ഇതിനപ്പുറത്ത് എടുത്തിട്ട് കാണും, സ്വാഭാവികം. എന്തായാലും മാർക്കോ OTT വന്നു പോയല്ലോ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ മാതാപിതാക്കൾ ഇതൊരു അഡൽട്സുള്ള മൂവിയാണ്, പിള്ളേർ കാണാൻ പാടില്ല എന്നുള്ളതൊക്കെ അവർ മാറ്റി നിർത്തും. അവരതൊന്നും ശ്രദ്ധിക്കാനൊന്നും പോകുന്നില്ല. ഇവർ ചെയ്യാൻ പോകുന്ന പരിപാടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ TV ഓണാക്കും, മക്കളെ വരൂ എല്ലാവരും കൂടെ വന്നിട്ട് സോഫായിൽ ഇരുന്നിട്ട് കുറച്ച് മിച്ചറും പക്കാവടയും കൂടെ എടുത്ത് വെച്ചിട്ട് പിള്ളേർ സെറ്റുമായിട്ട് ഇരുന്നിട്ട് ഈ സിനിമ അങ്ങോട്ട് കാണും.
എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇത് സർട്ടിഫിക്കേഷൻ ഏതാണെന്നെങ്കിലും ഒന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ആദ്യം മാതാപിതാക്കൾ കാണിക്കണം. അല്ലാതെ വീട്ടുകാരും ഒക്കെ ആയിട്ട് എല്ലാവരും കൂടെ കൂടി കുത്തി ഇരുന്നിട്ട് അയ്യോ വയലൻസ് ആണ് എൻ്റെ കൊച്ചു കണ്ടേ എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കാലത്തിനനുസരിച്ച് നമ്മുടെ വിദ്യാഭ്യാസ രീതിയിൽ മാറ്റം വരുത്താതെയൊന്നും ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങൾ കുറേ സൈനും കോഴ്സും കാര്യം തീറ്റയും ഫ്രഞ്ച് വിപ്ലവമൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ യാതൊരു കാര്യമില്ല. ഇപ്പോഴത്തെ ടെക്നോളജിക്ക് അനുസരിച്ചുള്ള വിദ്യാഭ്യാസം കൊടുക്കാൻ ശ്രമിക്കുക. സോഷ്യൽ മീഡിയയിൽ എങ്ങനെ പെരുമാറണം, ഒരു കമൻറ്റ് ഇടേണ്ട എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണം. അങ്ങനെ വരുമ്പോഴത്തേക്കും അവർ ഓട്ടോമാറ്റിക് സിനിമയെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആരും തല വെട്ടുന്നില്ല, കണ്ടിക്കുന്നില്ല, അല്ലെങ്കിൽ ചോര ചീന്തുന്നില്ല. ഇതൊക്കെ അവർ ഓട്ടോമാറ്റിക് മനസ്സിലാക്കിക്കോളും. ഈ പരാതി കൊടുത്തവന്മാർക്ക് അത്രയ്ക്ക് വലിയ സൂക്കേടാണെങ്കിലേ ഈ സീരിയലിന് വല്ല നിയന്ത്രണം കൊണ്ടുവരാൻ പറ. അതിനൊക്കെ എന്ത് സർട്ടിഫിക്കേഷനാണ് ഉള്ളത്? സിനിമയൊക്കെ ഒന്നും അല്ലെങ്കിലും കാശ് മുടക്കി ഒന്നെങ്കിൽ തിയേറ്ററിൽ പോകണം, അല്ലെങ്കിൽ OTT വരും. OTT വന്ന് കഴിയുമ്പോൾ ഒരു പ്രാവശ്യം കാണും, അതോടെ അത് കഴിഞ്ഞാൽ അതങ്ങ് വിട്ട്. സീരിയലൊക്കെ ആണെങ്കിലോ എല്ലാ ദിവസവും സന്ധ്യയാകുമ്പോൾ 7:30 തുടങ്ങും എല്ലാ വീടുകളിലും. എല്ലാവരും കൂടെ നിരന്നിരുന്ന് കുത്തിയിരുന്ന് കാണുക. പിള്ളേരും കാണും. ഇവരൊക്കെ എന്തായി കാണുന്നത്? പിള്ളേരും കണ്ടുപിടിക്കുന്ന തന്നെ ഈ അവിഹിതവും കാര്യങ്ങളൊക്കെ അല്ലേ, അമ്മായിമ്മയും മരുമോളും തമ്മിലുള്ള വഴക്കമൊക്കെ അല്ലേ. ഇത് കണ്ടു കഴിഞ്ഞാൽ അവരുടെ മാനസിക നില വ്യത്യാസം വരത്തില്ലേ? ഇതൊന്നും ശ്രദ്ധിക്കാൻ ആരുമില്ല. എല്ലാ ദിവസവും കാണുന്നതാണോ അതോ ഏതെങ്കിലും ഒരു സമയം ഒരു 2.5 മണിക്കൂർ കാണുന്നതാണോ വഴിതെറ്റിപ്പോകുന്നത്? ഞാനിവിടെ പറയേണ്ടെന്ന് ഓർത്താ. ഇനിയിപ്പോൾ എന്തായാലും പറഞ്ഞേക്കാം. നാരായണിയുടെ 3 ആൺമക്കൾ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയായിരുന്നു. അന്ന് ഞാൻ അതിൻ്റെ ഒരു റിവ്യൂ ഇട്ടായിരുന്നു. പക്ഷെ അന്ന് ഞാൻ പറഞ്ഞില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോയിലറായി പോകുമല്ലോ എന്നോർത്ത് ഞാൻ മിണ്ടാഞ്ഞത്. ഇനിയിപ്പോൾ പറഞ്ഞേക്കാം. എന്തായാലും ആ സിനിമ ഏകദേശം തിയേറ്ററിൽ നിന്നൊക്കെ പോയി. ആ സിനിമയ്ക്കകത്ത് ഫാമിലി വരെ അവിടെ വന്നിരിപ്പുണ്ടായിരുന്നു. അതിനകത്ത് ഒരു സംഭവം കാണിക്കുന്നുണ്ട്. പ്രണയത്തിൻ്റെ കൂടത്തിൽ അതുപോലെ ബെഡേ കിടന്നുകൊണ്ടുള്ളൊരു പരിപാടി കാണിക്കുന്നുണ്ട്. മനസ്സിലായല്ലോ, ഞാൻ ഓപ്പണായിട്ട് പറയണ്ടല്ലോ. അതാരൊക്കെ കാണിക്കുന്നതെന്നറിയാമോ? സഹോദരിയും സഹോദരനും. മനസ്സിലായോ? ചേട്ടാനിയന്മാർ, ഒരേ രക്തബന്ധത്തിൽപ്പെട്ട സ്വന്തം ചേട്ടനും സ്വന്തം അനിയൻ്റെയും മക്കൾ തമ്മിൽ. അപ്പോൾ അങ്ങനെയുള്ള സീനുകൾ പിള്ളേർ കണ്ടു കഴിഞ്ഞാലോ, അങ്ങനെയുള്ള കാണുമ്പോഴത്തേക്കും അവർ ഓർക്കും അത് കുഴപ്പമില്ലല്ലോ, അപ്പോൾ ഇങ്ങനൊരു ബന്ധം കൂടെ സ്ഥാപിക്കാം എന്നവർ ചിന്തിച്ചാലോ. അതിനകത്തൊന്നും കുഴപ്പമില്ലേ? അതോ ഈ ബ്ലഡ് നിറയ്ക്കുന്നത് മാത്രമേ കുഴപ്പമുള്ളൂ? ഇപ്പോഴത്തെ ഒട്ടുമിക്ക സിനിമയിലും ഒഴിച്ചു നിർത്താൻ പറ്റാത്ത ഒരു അവിഭാജ്യ ഘടകമാണ് ഈ ലിപ് ലോക്ക് ചുംബനം ഇല്ലെങ്കിൽ പ്രണയം കാണിക്കാൻ ഒക്കത്തില്ല. ഞാൻ പറഞ്ഞു അത് കാണിക്കേണ്ട അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. നാടോടുമ്പോൾ നടുവേ ഓടണമെന്ന് കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ ഇനി മുമ്പോട്ട് മിക്ക ഒരുമയിൽപ്പെട്ട സിനിമകളിലൊക്കെ ഇതുപോലുള്ള സീനുകളും കാര്യങ്ങളൊക്കെ കാണും. അതിനനുസരിച്ച് കാണുന്നവരുടെ മനസ്സ് പാകപ്പെടുത്തി എടുക്കുക, നമ്മുടെ വിദ്യാഭ്യാസ രീതി അതിനനുസരിച്ച് മാറ്റപ്പെടുത്തുക എന്നുള്ളത് മാത്രം ഒരു രക്ഷയുള്ളൂ. അല്ലാതെ പുറകോട്ട് പോകാനൊന്നും ആരെക്കൊണ്ടും ഒക്കത്തില്ല. പിള്ളേർ പിഴച്ചു പോകണമെങ്കിലേ അവർക്ക് ഈ ഇൻ്റർനെറ്റിലൊന്നും അധികം പരതേണ്ട കാര്യമൊന്നുമില്ല. കയ്യെത്തും തുമ്പത്ത് തന്നെ കിട്ടും. ഏത് ആപ്ലിക്കേഷനാണെന്നറിയാമോ? ഇൻസ്റ്റാഗ്രാം. ഈ സാധനം തുറന്നാൽ തന്നെ എന്തൊക്കെ ഐറ്റംസ് അതിൻ്റെ അകത്ത് കിടന്ന് കറങ്ങുന്നതെന്നറിയാവോ? ഇതൊന്നും ശ്രദ്ധിച്ചിട്ടില്ലേ ആശാന്മാരെ? എത്ര പേരാ തുണി അഴിച്ചിട്ട് തുള്ളുന്നതെന്നറിയാവോ? അതിനേക്കാളും എന്തെല്ലാം ഐറ്റംസ് അതിൻ്റെ അകത്ത് കിടന്ന് കറങ്ങുന്നുണ്ടെന്നറിയാമോ? ഇതൊന്നും ശ്രദ്ധിക്കാതെ മാർക്കോ സിനിമയുടെ പുറകെ നടക്കുമല്ലയോ? നടന്നു നല്ലതാ.